സീസൺ 3 മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വാശിയേറിയ മത്സരത്തിൽ വേദിയിലേക്ക് എത്തുന്നത് ആരൊക്കെ, ഇവിടെ നിന്നൊക്കെ വന്നവരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ പോളച്ച, സ്വാഗതം. മനോജേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. കുട്ടികളെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഓർക്കസ്ട്രയും. നമുക്ക് നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാം. ക്രിസ്റ്റീന സുജോ വരും. ഹലോ, നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നൈസ് കളർ, നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്ത്, നല്ല ജ്വല്ലറി അല്ല, ഇതേപോലെ തന്നെ മോള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ പാട്ട് പാടാൻ. ചെയ്തിട്ടുണ്ട്. മോള് പാട്ട് പഠിക്കുന്നുണ്ടല്ലേ? പഠിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആ ടീച്ചർ തന്നെയാണോ ഇന്ന് പാടാൻ പോകുന്ന പാട്ടും പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? പഠിപ്പിച്ചത് സാറല്ല, ഞങ്ങൾ പോയി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, അപ്പൊ എല്ലാ ഡൗട്ട്സും മോളുടെ മിസ്റ്റേക്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയാ മോളുടെ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് അമ്മ, അപ്പ, അനിയൻ, അമ്മാമ, ആന്റി. ആഹാ, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാരും അവിടെ ലൈവായിട്ട് മോളുടെ പെർഫോമൻസ് കാണാനായിട്ടും വളരെ പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ മോള് അവരുടെയൊക്കെ വിഷമിപ്പിക്കാതെ സൂപ്പർ ആയിട്ട് നല്ല രീതിയിൽ പാടണം കേട്ടോ. ശരി.
മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളു മൂടും വഴികളേറെ കടന്നു പോകണം. കനിവിൻ കിരണം അകലും നേരം കരളിൽ നിറയും കഥനം മിഴിയിൽ. നിന്നെ പിരിയാത്തൊരുവൻ എന്നാളും കൂടെയുണ്ട്. നിന്നെ പിരിയാത്തൊരുവൻ എന്നാളും കൂടെയുണ്ട്. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളു മൂടും വഴികളേറെ കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളു മൂടും വഴികളേറെ കടന്നു പോകണം. യെസ് ക്രിസ്റ്റീന കുട്ടി, നമ്മുടെ എപ്പിസോഡ് അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. മോളുടെ മനോഹരമായൊരു പാട്ടോട് കൂടിയാണ് ഇന്നിപ്പോ നമ്മൾ എല്ലാവരും എത്ര പേരെ ഇത് കണ്ടോണ്ടിരിക്കണേന്ന് അറിയില്ലേ അല്ലേ? ശരിക്കും പാടാൻ പറ്റിയോ? പാടാൻ പറ്റി. പറ്റി. തൃപ്തിയില്ലാന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് സൗണ്ടിന് കുറച്ച് ഇടർച്ച ഉണ്ടായിരുന്നു. ആണോ? മോൾക്ക് വയ്യായിരുന്നോ? കോൾഡ് വല്ലതായിരുന്നോ? അല്ല, കുറച്ച് ചുമയുണ്ടായിരുന്നു. പക്ഷെ എന്താണാവോ, അത് സാരയില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. യെസ് മനോജ് ചേട്ടാ. ക്രിസ്റ്റീന മോൾ, എന്തോ ക്രിസ്റ്റീന എന്താ പറയാ, ഈ പാട്ടിന് വേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ആ വരികളും ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഇതിന് വേണ്ട രീതിയിൽ വളരെ ഗംഭീരമായിട്ട് പാടിക്കുന്നു. താങ്ക് യു. എനിക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു നമ്മളുടെ ആ ഒരു റെൻഡീഷനും. പിന്നെ അതുപോലെ ഒരുപാട് സംഗതികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. കടന്നു പോകണം അവിടേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സിംഗർ ചെയ്യുന്ന അല്ലെങ്കിൽ പാടുന്ന പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് മോള് പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ തരുന്ന ടിപ്സൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സോങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എത്ര നാള് പ്രാക്ടീസ് ചെയ്തു ഈ പാട്ട്? അന്ന് ഇത് പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അന്ന് മുതൽ കേൾക്കാറുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ, എനിക്ക് അതിൻ്റെ ഒത്തിരി ആ ഒരു റിസൾട്ട് നന്നായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ ചില സമയം, അത് അറിയാം. ബ്രീത്തിങ് എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ പോലെ ചില സ്ഥലങ്ങളൊക്കെ പിച്ചിൻ്റെ. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പോളച്ച ക്രിസ്റ്റീന നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നല്ല ഫീലോട് കൂടി പാടി. എനിക്കൊരു ഒരൊറ്റ സജഷനുള്ളൂ,
കുറച്ചും കൂടി സെലക്ഷൻ മാറ്റിയിടുക. റേഞ്ച് തീരെ ഈ പാട്ടിന് കുറവുള്ള പോലെ എനിക്ക് തോന്നി. പാട്ടിന്റെ റേഞ്ച് ആരാ സെലക്ഷൻ ഇത് സഹായിച്ച സെലക്ഷന്? എൻ്റെ അമ്മയാ. കാരണം ഇതൊരു മെലഡി, ഇതൊരു കോമ്പറ്റീഷനാണല്ലോ. ആഫ്റ്റർ ഓൾ കോമ്പറ്റീഷൻ തന്നെയാണ്. അപ്പോൾ മെലഡി റൗണ്ട്, അപ്പോൾ കുറച്ചും കൂടി റേഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്ന കാര്യം. പാട്ടിൻ്റെ സാധ്യതകൾ കൂടുതലുള്ള, ഇതൊരു ചെറിയൊരു റേഞ്ചിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ഒരു പാട്ട്. മനസ്സിലായി? മോളുടെ സ്കില്ല് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ചെറിയൊരു സംശയമുണ്ട് ഈ പാട്ടിൽ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സെലക്ഷനാണ് ഒരു പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നൊരു സജഷൻ മാത്രം എനിക്കുണ്ട്. താങ്ക് യു ഫാദർ. സിസ്ലി? ക്രിസ്റ്റീന, എന്തോ? ഇപ്പൊ ഇത് മോളുടെ 3ാമത്തെ റൗണ്ടാണ് അല്ലേ? അതെ. അപ്പൊ 3 റൗണ്ട്സും പാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനും ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ മോളുടെ ഒരു വേഴ്സിറ്റാലിറ്റി ഞങ്ങൾക്ക് കാണാനായിട്ടൊരു സോങ് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല റൗണ്ട്സ് തന്നിരിക്കുന്നത് നമുക്ക് ആ നമ്മളുടെ വേഴ്സിറ്റാലിറ്റി കാണിക്കുക. ഇപ്പോൾ ഫാസ്റ്റ് റൗണ്ടിലും എല്ലാത്തിലും ഒരേ ടോണിലാണ് കിടക്കുന്നത്. ബേസിക്കലി ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മോളൊരു ഇച്ചിരിയും കൂടി ഒരു വേറൊരു ടൈപ്പ് ഓഫ് സിംഗിങ്ങോ അല്ലെങ്കിൽ മോളുടെ എന്താണ് ശരിക്കുള്ള കാലിബർ എന്ന് കാണാൻ പറ്റുന്നൊരു സോങ് സെലക്ഷനാണ് ഞങ്ങൾ വിചാരിച്ചത്. 3rd റൗണ്ടിലെങ്കിലും കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ മോളുടെ ഒരു ഫോട്ടോയിൽ മോള് നന്നായിട്ട് പാടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. മോള് നേരത്തെ പാടിയ പോലെ തന്നെ നന്നായിട്ടാണ് ഈ പാട്ടും പാടിയത്. എനിക്ക് മോളുടെ ചില ക്ലാരിറ്റി, ചില വാക്കുകൾക്ക് കാത്തു കൊള്ളുക നീ പറയുന്നില്ല, കാ കേൾക്കുന്നില്ലായിരുന്നു. അതുപോലെ കഥനം എന്ന് പറഞ്ഞൊരു ലൈനില്ലേ, കഥനം കാദേനം എന്ന് കേട്ട പോലെ തോന്നി. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി ഒരു വാക്കുകളൊന്ന് ഇച്ചിരി ഉരുട്ടി പാടുവാണെങ്കിൽ കുറച്ചും കൂടെ കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് മോളുടെ ഇതിനു മുമ്പുള്ള പെർഫോമൻസിലും പറയണം എന്ന് വിചാരിച്ചു. മോൾക്ക് വേണ്ടിയിട്ടൊരു ടിപ്പാണ് കേട്ടോ. മോൾ ഇടയ്ക്കൊന്ന് സോൺ ഔട്ട് ആയി പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലൈറ്റ്, ഇവിടുത്തെ സ്റ്റേജ്, ക്യാമറ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മോളെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് പാട്ടിലോട്ട് വരും. പാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മോള് പാടുമ്പോൾ ഫുള്ളി ഇൻവോൾവ് ആണ്. പക്ഷെ ഇവർ വായിക്കുമ്പോഴും മോൾ ആ പാട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇവർ വായിക്കുമ്പോൾ മോൾ ഒന്ന് സോൺ ഔട്ടായി പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ മോളുടെ ഭാഗം വരുമ്പോൾ മോൾ അതിലോട്ട് വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൽ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാം കൊടുത്ത് വേണം നമ്മൾ ആ പാട്ടിനകത്ത് ഫുള്ളി ഇന്നായിരിക്കണം നമ്മൾ ആ പാട്ട് തീരുന്നേടം വരെ. സോ അതിന് കുറച്ചും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഇത് ഞാൻ മോളെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്കൊരു കിട്ടിയൊരിതാണ്. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് മോൾക്കേ അറിയുള്ളൂ. ബട്ട് ഐ എം ജസ്റ്റ് സെയിങ്, അങ്ങനെ ഉണ്ടെങ്കിൽ മോൾ അതും കൂടി ഒന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ക്രിസ്റ്റീന. താങ്ക് യു. യെസ്, ഇനി നമുക്ക് മാർക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് റൗണ്ട് അതോടെ കഴിയും അല്ലേ? അത് കഴിയുമല്ലോ എന്നുള്ളത് ഒരു റിലാക്സേഷൻ ആണോ അതോ മോൾക്ക് സങ്കടമാണോ? റിലാക്സേഷനും ഉണ്ട്, സങ്കടം ഇച്ചിരി ഉണ്ട് അല്ലേ? ഇനിയിപ്പോ മോൾക്ക് തോന്നുന്നുണ്ടാവും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പാടിയിരുന്നെങ്കിൽ, എനിക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ഒക്കെ ബെറ്റർ ആയിട്ട് 3 പാട്ടും പാടാമായിരുന്നു എന്നുള്ളൊരു തോന്നലും ഉണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാ അല്ലേ, ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, നമുക്ക് ഒരൊറ്റ ചാൻസ് അല്ലേ കിട്ടുള്ളൂ അല്ലേ? ശരി, നോക്കാം മാർക്ക്. സിസ്ലി? ക്രിസ്റ്റീന 8.5. താങ്ക് യു. യെസ്. മനോജ് ചേട്ടാ? 8.5. താങ്ക് യു. ക്രിസ്റ്റീനയുടെ ഫസ്റ്റ് പാട്ടിന് 24 ആയിരുന്നു, 24.5 ആയിരുന്നോ? 23 ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ പാട്ടിന് മോൾക്ക് 25.5 മാർക്സ് കിട്ടി. ഇപ്പോ ദാ 15 മാർക്സ് ഓൾറെഡി ആയിട്ടുണ്ട്. അച്ഛാ 8.5. താങ്ക് യു. യെസ്, അപ്പോ 25.5 മാർക്സ് ആണ് ഈ ഒരു പാട്ടിന് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പി? അതെ. ശരി ക്രിസ്റ്റീന, ഇനി മോളെ നമ്മൾ കാണാൻ പോകുന്നത് വോയിസ് ഓഫ് ഗുഡ്നസിന്റെ 2ാമത്തെ റൗണ്ടിൽ വരില്ലേ? വരുമായിരിക്കും. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, കാണാം. റെയ്ന റോബിയാണ് ഇന്നത്തെ ദിവസത്തെ 2ാമത്തെ കണ്ടസ്റ്റന്റ്. വരൂ റെയ്ന. റെയ്ന എപ്പോഴും സ്റ്റേജിലേക്ക് വരുമ്പം ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര എവിഡന്റ് ആണ്, ഭയങ്കര കോൺഫിഡന്റ് ആണ് ആള്, വളരെ കൂളാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ല, സ്റ്റേജ് ഷോസ് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോമ്പറ്റീഷന് പോകുന്നതും ഈ ഒരു സ്റ്റേജും തമ്മിൽ മോൾക്ക് എന്ത് ഡിഫറൻസാ തോന്നുന്നത്?
ഇതുമായിട്ട് ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അതെ, എന്നാലും ഒരു മത്സരിക്കാൻ വരുമ്പോൾ ഒരു മത്സരിക്കാൻ നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ മോൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ്? കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അതിനെ ഈസി ആക്കാൻ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് റെയ്ന ഇന്ന് വന്നിരിക്കുന്നത്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഫാസ്റ്റ് റൗണ്ടിലെ എന്നേശുനാഥന്റെ പാദത്തിൽ. ഓക്കെ, ആരാ പാട്ട് സെലക്ട് ചെയ്ത്? ഓക്കെ, അപ്പോൾ റെയ്ന സെലക്ട് ചെയ്ത ഈ ഒരു ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള ഗാനം നമ്മൾക്കിനി ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്രൂശിലേവം സഹിച്ചുവല്ലോ ഇൻ ക്ലേശ
ഓരോ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ പാടുന്നതിന് തൊട്ട് മുന്നേ പാടി കഴിയുമ്പോഴും റെയിനിക്ക് തോന്നുന്നത് എന്താ? പാടുന്നതിന് മുമ്പ് നന്നായിട്ട് പാടണം, തെറ്റരുത്. പാടിക്കഴിയുമ്പോൾ മാർക്ക് എത്രയാണെന്ന് അറിയണം എന്നുള്ളത് മോളെ ബോധറിയിപ്പിക്കുന്ന കാര്യമാണോ? അതെ അതെ. ആണോ? അതേപോലെ തന്നെ മോള് വീട്ടിലിരുന്ന് ഈ ഷോ കാണുമ്പോഴേ മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവർ പാടുമ്പോഴുള്ള മിസ്റ്റേക്സും ഇതെല്ലാം നമ്മുടെ ജഡ്ജസ് ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കാറില്ലേ? അതെല്ലാം മോള് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാറുണ്ടോ? എന്നിട്ട് മോൾക്ക് അത് അത്തരത്തിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞു തരുന്ന പോലെ മോള് ചെയ്തു നോക്കാറുമുണ്ട്. ഓക്കെ, വെരി നൈസ്. അപ്പോ ഇന്നത്തെ പെർഫോമൻസ് ചോദിക്കാം. യെസ് സിസ്ലി. റീന, എന്തോ റീന ബ്യൂട്ടിഫുൾ റീന, നന്നായി പാടി കേട്ടോ. താങ്ക് യു. റീന, ഇതൊരു എന്താ പറയണ്ടേ, ഒരു തുടക്കം തുടങ്ങിയത് കണ്ടതല്ലാണ്ട് പിന്നെ അവസാനം വരെ ഒരൊറ്റ പോക്കായിരുന്നു. നിങ്ങളെ ഫാസ്റ്റ് റൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ശ്വാസം മുട്ടുമായിരുന്നു നിങ്ങൾ പാടുമ്പം. നീ എവിടെ കൊച്ചു ശ്വാസം എടുക്കും, ഇതിനൊരു സ്ഥലം ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. പക്ഷെ ഈ പാട്ട് ഡെഫിനറ്റ്ലി റീസെന്റ് പാട്ടായതുകൊണ്ട് തന്നെ ഇത് ഒറ്റ ടേക്കിലല്ല എടുത്തിരിക്കുന്നത്. റെക്കോർഡിംഗ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ശ്വാസം വേണ്ടുവോളം എടുത്ത് നമുക്ക് പാടാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇതിലും സ്പീഡായിരുന്നു അല്ലേ പ്രിൻസേട്ടാ? ഇപ്പൊ സ്പീഡ് കുറച്ചാണ്, ഒറിജിനൽ ഇതിലും സ്പീഡിലാണ്. എങ്ങനെ നിങ്ങളിത് പാടും? മോളിത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ടെമ്പോയിലാണോ പാടി, അത് സ്ലോ ആയിട്ടാണോ പാടി? ഇവിടെ വന്നില്ല, ഒറിജിനൽ ടെമ്പോയിൽ തന്നെയാ പാടിയത്. അപ്പൊ മോൾക്കൊരു ഡിഫിക്കൽട്ടി തോന്നിയില്ല ഇങ്ങനെ ഇത്രയും സ്പീഡിൽ വരുമ്പോൾ വാക്കുകള്? ഇല്ല, അപ്പൊ തോന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ AC ഉള്ള കാരണം. എന്റെ ദൈവമേ, അതും AC-ക്കാണോ കുഴപ്പം? നമ്മുടെ AC ആണ് നമ്മുടെ വില്ലൻ അല്ലേ? നമുക്ക് AC അങ്ങ് ബഹിഷ്കരിക്കാം. അപ്പോൾ മോളുടെ AC അല്ല കേട്ടോ പ്രശ്നം. മോളുടെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് വേർഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, ബിക്കോസ് ഇതിലെ ലൈൻസ് എല്ലാം കാണാതെ ഒരു ലൈൻ പോലും മാറി പാടിയിട്ടില്ല. ബിക്കോസ് ഇതിൽ റിപ്പീറ്റേഷൻ വരുന്ന ലൈൻസും ഇല്ല. സാധാരണ നമുക്ക് കോറസ് വരുമ്പോൾ അത് തന്നെ ചിലപ്പം ചരണത്തിലും വരും, അനുപല്ലവിയിലും വരും. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇതിലെല്ലാം ലൈൻസും ഡിഫറെൻ്റ് ആണ്. അത് മോൾ ഇതെല്ലാം മെമ്മറൈസ് ചെയ്ത് കൃത്യമായിട്ട് പാടി. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ബട്ട് ഇത്രയും വരുമ്പോൾ നമുക്ക് മോളോട് ഈ ഒരു കാര്യം പറയാനും പറ്റില്ല. കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇത്രയും വാക്കുകൾ വരുമ്പോൾ ചില വാക്കുകൾ ഒമിറ്റായി പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂസ്. പക്ഷെ ഹൈ പോർഷൻ അല്ലേ മോളുടെ ശബ്ദം. അനുപല്ലവിയിലും ചരണത്തിലും വരുന്ന ആ ഹൈ പോർഷൻ ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ സെലക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം അന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സോങ് എടുക്കാം. അതല്ല, മോൾക്ക് പാടാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ ഒരു പെപ്പി ആയിട്ടുള്ള സോങ്, ഇത്ര ഉദ്ദേശിക്കണുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ ഒരു സോങ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. പക്ഷെ നന്നായിട്ട് പാടി പ്രസന്റ് ചെയ്ത് ഈ പാട്ട് ഇത്രയും മനോഹരമായിട്ട് മോള് പാടിയല്ലോ. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. താങ്ക് യു. മനോജ് ചേട്ടാ. റൈനമോൾ, എന്തോ ഒരു എന്താ പറയുക, ഹൈലി എനർജി പാക്ഡ് ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്ന് നല്ലൊരു എനർജി ഇങ്ങനെ ഫുൾ ടൈം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന നല്ലൊരു റെൻഡിഷനായിരുന്നു മോള്. പിന്നെ എനിക്ക് തോന്നിയത് നല്ല ശബ്ദമാണ് മോളുടെ. അതെനിക്കൊന്ന് ഒരുവിധം റേഞ്ചൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സിസ്ലി മാം പറഞ്ഞതുപോലെ ഹൈ ഒക്കെ വരുമ്പോൾ നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു വോയിസിന്, നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട് വോയിസിന്. ഓക്കെ, അതൊക്കെ വേണ്ട വിധത്തിൽ മോള് യൂസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരു പിച്ചിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് ഓൾമോസ്റ്റ് 95-98% പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് നമ്പർ പാടുമ്പോൾ നമ്മൾ പിച്ചൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. പക്ഷെ ഇതൊക്കെ മോള് വളരെ ക്ലീൻ സൗണ്ടിങ്. കൺഗ്രാജുലേഷൻ. അതിന് നല്ലൊരു ഹാറ്റ്സ് ഓഫ് ടീം. ആ ഒരു പിച്ച് കൺട്രോൾ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പാടിയതിന്. പിന്നെ ആകെ എനിക്കൊരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത്, മോള് പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പല സ്ഥലങ്ങളിലും വായ അടച്ചു പിടിച്ച് പാടുന്ന അതുപോലെ തോന്നി. പക്ഷെ അതൊന്ന് തുറന്ന്, പ്രത്യേകിച്ച് മലയാളം പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വാ തുറന്ന് ഉച്ചരിച്ച് സംസാരിച്ച് പാട്ടൊക്കെ പാടി പഠിക്കണം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത് പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിൽ. അതർവൈസ് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. താങ്ക് യു. പോളിച്ച.
റീന നന്നായി പാടി, വളരെ നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. ചേച്ചി നല്ല പവർഫുൾ സിംഗിങ് ആയിരുന്നു. ചേച്ചി ഞാൻ ശരിക്കും അതിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അധിക കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. അപ്പോൾ അത് സ്പീഡിൽ പാടുമ്പോൾ പ്രൊനൗൺസിയേഷൻ ഒരു ചലഞ്ചാണ് ശരിക്കും. കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ പരിശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ കുറേയൊക്കെ പരിശ്രമിച്ചു, ഇനിയും പരിശ്രമിക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. റെയിനിക്ക് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണല്ലോ നമ്മുടെ ജഡ്ജസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. മോളുടെ ഗ്രാഫ് തന്നെ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ പാട്ടിന് 22.5 രണ്ടാമത്തെ പാട്ടിന് 24 അപ്പോൾ ഇന്ന് പാടി മൂന്നാമത്തെ പാട്ടിന് അതേപോലെ 2 മാർക്ക് കൂട്ടിയാൽ 26 ഞങ്ങൾക്ക് തരുമോ സിസിലി? റെയ്ന, ഞങ്ങളൊരു കൺഫ്യൂഷനിലാണ്. ബട്ട് റെയ്നയുടെ കാരണം ഈ സോങ് സെലക്ഷൻ അതെ, പക്ഷേ ഫാസ്റ്റ് റൗണ്ടിൽ മോൾ എടുത്തു. പക്ഷേ ഈ മോള് മാക്സിമം കൊടുത്തു. ചെയ്യാൻ പറ്റുന്ന ജസ്റ്റിസ് മോൾ ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ തിങ്ക് ഐ ഗിവ് യു 9. താങ്ക് യു. താങ്ക് യു. മനോജ് ചേട്ടാ, നമുക്ക് എത്ര മാർക്കാണ് വേണ്ടേ? 27. അത് പറ്റില്ല. ആ സാറിന് 10 മാർക്കേ തരാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര വേണം? 10 9 വേണോ? അത്ര നന്നായിട്ട് പാടിണ്ടായിരുന്നോ? അല്ലേ, എനിക്കും ഇഷ്ടമായി മോള് പാടിയത്, അതുകൊണ്ട് 9 മാർക്സ്. അച്ഛനും കൂടി ഒന്ന് കനിഞ്ഞാൽ 9 മാർക്സ്. അപ്പൊ അങ്ങനെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ് ഈ മോളിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കാരണം മോള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ശരിക്കും പ്രാക്ടീസ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ മോൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതും ഇന്ന് പോകുമ്പോൾ 27 മാർക്സുമായിട്ട് ഇവിടുന്ന് പോകാനും പറ്റുന്നത്. ശരിക്കും സന്തോഷമായി അല്ലേ? സന്തോഷം. അപ്പൊ നമ്മൾ ഇനി രണ്ടാമത്തെ റൗണ്ടിൽ കാണുമല്ലോ. കാണും. കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി. ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ ഗാനം നമ്മൾക്ക് ഇനി കേൾക്കാം. ജാന മരിയനെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? വരൂ ജാന. ഹായ് ജാന. ഹലോ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, യാത്രയൊക്കെ സുഖമായിരുന്നു അല്ലേ? സുഖമായിരുന്നു. ഈ പ്രോഗ്രാം ഒക്കെ ടി വിയിൽ കാണുമ്പോഴും അല്ലെങ്കിലും സ്കൂളിലൊക്കെ ഇരുന്ന് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് പോണു എന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സും കൂടെയുള്ള ഫ്രണ്ട്സും അവരെല്ലാരും എന്ത് പറഞ്ഞിട്ടാ വിടാറൊക്കെ? നന്നായിട്ട് പാടണം എന്ന് പറയും, കോൺഫിഡൻസ് തരും, അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നെത്തി കഴിഞ്ഞപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? അതെ. അപ്പൊ ഇതിനു മുമ്പേ ഓരോരുത്തരും പാടിയപ്പോ അതൊക്കെ ശ്രദ്ധിച്ചോ? അവരുടെ പാട്ടും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവർക്ക് എത്ര മാർക്കാ വാങ്ങിയത്? ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വാശിയുണ്ടോ ജാനയുടെ ഉള്ളില്? ഉണ്ട്. ഓക്കെ, 10th പഠിക്കുന്നേ. അപ്പൊ ആ ഒരു വാശി ഹെൽത്തി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു വാശി നമുക്ക് വേണം. എന്നാലേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇനിയിപ്പോ ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടിയാണ്. വളരെ വാശിയോടെ പഠിച്ചാലേ നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നല്ല രീതിയിൽ മോൾക്ക് ഇന്നത്തെ പാട്ടും പാടാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഏതാ പാട്ട്? ഫാസ്റ്റ് നമ്പറിലുള്ളതാണോ? അതെ. ഓക്കെ, അപ്പൊ ശരി. തൊട്ട് മുന്നേ ഒരു ഫാസ്റ്റ് ഇതേ സെയിം കാറ്റഗറിയിലുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. ആ മോൾക്ക് 27 മാർക്സ് ഉണ്ടായിരുന്നു. മോൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു.
വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി. എനിക്ക് ഒരുപാട് സന്തോഷമായി ജാനയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ. കാരണം ജാന പോയതിനെക്കാട്ടിലേക്ക് എത്ര നല്ല, ഇപ്പൊ കുറേയും കൂടെ ഒന്ന് ഞങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റായി, ഈ സ്റ്റേജ് ഒക്കെ ആയിട്ടൊന്ന് സെറ്റായി. ശരിക്കും ഒരു നല്ലൊരു റിലീഫ് തോന്നുന്നുണ്ട് അല്ലേ? ഇനി ഇവിടെ എത്ര ടഫായിട്ടുള്ള പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ ജാനയ്ക്ക് പാടാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് ശരിയായോ? പാട്ട് ഇഷ്ടായോ ചോദിക്കട്ടെ? യെസ്, മനോജ് ചേട്ടാ. ജാനമോൾ, എന്തോ മോൾ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ള പാട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എനിക്ക് തോന്നുന്നു നേച്ചറിനെ കുറിച്ച് ഇത്രമാത്രം വർണ്ണിച്ച് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്ന ഒരു സോങ് ഇതിനു മുന്നേ നമ്മുടെ ഈ ഇതിൽ ആരും പാടിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? നല്ല വരികളും പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. ഓക്കെ, സോ ഒരു ഓളുണ്ടാക്കാൻ മോൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മോള് പാടുമ്പോൾ നല്ലൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. ഒരു പേടിയൊന്നും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം ഒരു പിച്ചാണ്. എനിക്ക് തോന്നുന്നത് അത് മേ ബി ഒരു കുറച്ചിരുന്നെങ്കിൽ, ഒരു ഹാഫ് നോട്ട്, ഒരു സെമി ടോൺ അങ്ങനെ കുറച്ചിരുന്നെങ്കിൽ യു കുഡ് ഹാവ് ഡൺ ഇറ്റ് മച്ച് ബെറ്റർ എന്ന് തോന്നി. കാരണം ഒരുപാട് പാടിയുടെ അവർക്ക് നല്ല പിച്ചുണ്ട്, നല്ല ഹൈ നോട്ടാണ്. പിന്നെ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആ ഒരു ഹൈ റേഞ്ചിലാണ് ഈ പാട്ട് കിടന്ന് ഇങ്ങനെ തിരിയുന്നത്. പക്ഷേ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. പിന്നെ കോറസൊക്കെ വളരെ നന്നായിരുന്നു. ഓഫ് കോഴ്സ് ഓർക്കസ്ട്ര നന്നായിട്ട് പെർഫോം ചെയ്തു. ഓവറോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പോളച്ചാ, ഞാൻ നന്നായി പാടി. നല്ല എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു അച്ഛാ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. എൻ്റെ എന്താണ് തുടക്കത്തിലുള്ള ആലാപൊക്കെ വളരെ നല്ല മനോഹരമായിട്ടെടുത്തു. നല്ലൊരു ഫോക്കിഷ് മെലഡി, ഒരു ഫോക്ക് സ്റ്റൈൽ ഉള്ള പാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, മനോജൊക്കെ പറഞ്ഞു. അതിൻ്റെ ലിറിക്സും അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലിറിക്സാണ്. അപ്പോൾ ഇറ്റ്സ് എ സെക്കൻഡ് കമ്മിങ്, അല്ലെ, ഒരു കമ്മിങ് ബാക്കാണ്. കോൺഫിഡൻസ് വളരെയധികം കൂടിയിട്ടുള്ള പാട്ടിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് കൂടുന്നതിലൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് വിചാരിക്കുക. നമ്മുടെ അതിൻ്റെ ഒരു അനുഗ്രഹം വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തന്നെ അങ്ങോട്ട് കൂടും. കോറസ് നന്നായിട്ട് പാടി. അതുപോലെ തന്നെ ഓർക്കസ്ട്രയ്ക്ക് നമ്മൾ നല്ലൊരു ഐഡിയ കൊടുക്കണം. ഇതിൽ നല്ലൊരു ഓർക്കസ്ട്ര, ഇതിൽ ഗംഭീര ഓർക്കസ്ട്രയാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന. ഈ പാട്ടിൻ്റെ ഒരു ലൈവ് വയർ എന്ന് പറയുന്നത് ഓർക്കസ്ട്ര തന്നെയാണ്. അപ്പോൾ പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പം ഇത് വലിയൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല. നമുക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും, നേരത്തെ നമ്മുടെ കൊച്ചുമോൻ വന്ന് പാടിയില്ലേ, അതൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ മാറി അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് മാറും. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ജാന ഇപ്പോൾ ചെയ്തത്. ആ പഴയ ആ ക്ഷീണത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയില്ലേ, റിയൽ റിസറക്ഷൻ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സിസ്ലി. ജാന, എന്തോ ഒരു പുതിയ ജാന. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ മോളെ വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് മോളുടെ പെർഫോമൻസ് കണ്ടിട്ട്. ഒന്നാമത്തത് ഫസ്റ്റ് പോയിന്റ് സെലക്ഷൻ. എല്ലാവരും സെലക്ട് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് സോങ് അല്ലാതെ മോള് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തു. അതിന് തന്നെയാണ് ഫസ്റ്റ് അപ്രിസിയേഷൻ. ഒരു ഡിഫറെൻറ്റ് സോങ് എടുക്കാം എന്നുള്ള ഇത് നമ്മളെ മോള് ശരിക്കും ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിലോട്ട് കൊണ്ടുപോയി. നമുക്ക് ശരിക്കും പിക്ചറൈസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാമായിരുന്നു അമ്മോൾ ആ പാട്ട് പാടുമ്പോൾ. എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഫസ്റ്റ് സെലക്ഷൻ ഓഫ് സോങ് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തു. പിന്നെ ഇതൊരു ഈസി സോങ്ങേ അല്ല. കാരണം ഇത് മനോജ് സാറിൻ്റെ റേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാട്ടാണ്. അപ്പം അത് മോളുടെ ഈ പ്രായത്തിൽ ഒരു ഫീമെയിൽ വോയിസ് അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ വരാവുന്ന ഒരു സോങ് ആണ്. പക്ഷെ അത് ധൈര്യപൂർവ്വം എടുത്തുകൊണ്ട് വന്ന് പെർഫോം ചെയ്ത് അത് ഒട്ടും മോശമാക്കിയില്ല. അതാണ് അതിലൊരു പോയിന്റ്. നമുക്ക് എല്ലാ പാട്ടും അറ്റംപ്റ്റ് ചെയ്യാം, പക്ഷെ അത് സക്സസ്ഫുൾ ആവണം എന്നില്ല. പക്ഷെ ഇത് മോള് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് അത് ഒരു നല്ലൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നു. ഒള്ളി തിങ് ഈ പാടിടാം ആ പോർഷൻ മാത്രം ഇച്ചിരി
ഇത് ഔട്ട് പോയാലോ തോന്നിയുള്ളൂ. പക്ഷെ ബാക്കി എല്ലാം നല്ല രസം. പ്രത്യേകിച്ച് ആ കോറസ് നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. ബിക്കോസ് കോറസ് ആണെങ്കിലും കുറച്ചധികം പാടാനുണ്ട്. അതും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാർവെസ്റ്റിൻ്റെ ഒരു ഫീല് വരുള്ളൂ. അപ്പം അത് വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരും നന്നായിട്ട് മോൾക്ക് സപ്പോർട്ട് വരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഈ സോങ്ങിന് ഒരുപാട് പോസിറ്റീവ്സ് വന്നു. സോ വെൽ ഡൺ ജാന, ഗുഡ് വേ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ജാനയ്ക്ക് തന്നെ അറിയാം ഇത്തരത്തിലുള്ള ഓരോ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്റ്റേജസിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുടെ ക്യാരക്ടറിലും നിങ്ങളുടെ പെർഫോമൻസിലും വരുന്ന ചേഞ്ചസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണല്ലേ. ജാന തന്നെ ചിന്തിക്കാത്ത അത്രയും തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആവണം ഓരോ പാട്ടിലൂടെയും ജാനയ്ക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അല്ലേ. എനിവേ ഹാപ്പി ഫോർ യു. നമുക്കിനി മാർക്ക് നോക്കാം. സിസ്ലി, ജാനയ്ക്ക് 24 ഒക്കെ ആയിരുന്നു അല്ലെ മുമ്പത്തെ റൗണ്ട്സിൽ. 24 പിന്നെ ഒന്ന് 24.5. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ്. 9 മാർക്സ്. വിചാരിച്ചിട്ടേ ഇല്ല. ഓക്കെ മനോജ് ചേട്ടാ എത്രയാണ് വിചാരിച്ചത്? 8.5. എത്ര? 8.5. ഓ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ മോള്. അയ്യോ അപ്പൊ മോൾക്ക് 8.5 അല്ല 9 മാർക്സ്. അച്ഛാ ജാന ഗംഭീരമായിട്ട് പാടിയതുകൊണ്ട് 9 മാർക്സ്. സെലിബ്രേറ്റ് ചെയ്യാമല്ലേ. എന്തൊരു ഒരുപാട് സന്തോഷമാണ് ഈ കുട്ടികളിലുള്ള ഇത്രയും നല്ല നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ. അവരെടുക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിനായിക്കോട്ടെ, അവരുടെ കൂടെ നിൽക്കുന്ന പാരന്റ്സ് എടുക്കുന്ന അവരുടെ ഒരു ഹാർഡ് വർക്കും എഫേർട്ടിനൊക്കെ ആയിക്കോട്ടെ, അതിനൊക്കെയാണ് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു 27 മാർക്സ്. ഓക്കെ, സോ വെൽ ഡൺ. നമുക്ക് വീണ്ടും കാണാം സെക്കൻഡ് റൗണ്ടിൽ കേട്ടോ. ഓക്കെ ബൈ. ഇനിയും പ്രാർത്ഥനായാമങ്ങളിൽ സ്വർഗീയ സംഗീതത്തിന്റെ മധുരിമത്തിൽ പ്രേക്ഷകർക്കായി ഗുഡ്നസ് TV ഒരുക്കുന്ന ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ജൂനിയർ. സംഗീതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ് നേടിയ മ്യൂസിഷ്യൻ മനോജ് ജോർജിനോടൊപ്പം സംഗീത ലോകത്തിലെ പ്രശസ്തർ വിധികർത്താക്കളായി എത്തുന്നു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ജൂനിയർ. വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 4 ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് 4 മത്സരാർത്ഥികളുണ്ട്. അങ്ങനെ നമുക്ക് ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിലേക്ക് പോവാം. മേറിൻ റോയ്. ഹായ് മേറിൻ. ഇന്നിപ്പോ പാടാൻ പോണത് മാധവിന്റെ ഗാനമാണ്. അപ്പൊ മോളെ ജസ്റ്റ് കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. നല്ല രീതിയിൽ പാട്ടും പാടണം കേട്ടോ. താങ്ക് യു.
പാട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും വളരെ എന്താ പറയാ വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി നല്ല ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. സിസ്ലി, മെറിൻ എന്തോ മെറിൻ +2-ലാണല്ലേ? അതെ. ഓ ഓക്കെ ഓക്കെ. പക്ഷെ കണ്ട ഒരു കൊച്ചുകുട്ടി, പക്ഷെ വോയിസിന് നല്ല ത്രോ ഉള്ള വോയിസ് ആണ് കേട്ടോ. മെറിന്റെ നല്ല വോയിസ് ആണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടേതായ ഡിഫറെന്റ് വ്യത്യസ്തമായ ശബ്ദമാണ്. പക്ഷെ മെറിന്റെ വോയിസിൽ എനിക്ക് തോന്നിയ ഒരു 1+ ക്വാളിറ്റി എന്ന് പറയുന്നത് മോൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വോയിസ് ആണ്. ഇപ്പൊ മറ്റേ പരിശുദ്ധാത്മാവിന്റെ പാട്ടിൽ ഹെഡ് വോയിസ് ഒക്കെ ഉപയോഗിച്ച് പാടുന്ന കേട്ടു. ഇതില് മോളുടെ ഒരു ഫോട്ടോയാണ് ഈ ഒരു സോങ്. മോളുടെ ആ ഒറിജിനൽ ശബ്ദത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പാട്ട് ത്രൂ ഔട്ട്. അപ്പൊ അതിന്റെ ഒരു എല്ലാത്തിലും കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ അത് പാടുമ്പോഴും കോൺഫിഡൻസ് ഉണ്ട്, ഇത് പാടുമ്പോഴും നല്ല കോൺഫിഡന്റ് ആണ്. അപ്പൊ ദാറ്റ് ഷോസ് യു ഡൺ യുവർ ഹോംവർക്ക് വെരി വെൽ. നല്ല ഹോംവർക്ക് ചെയ്തിട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക. സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു റിഫ്ലക്ഷൻ ത്രൂ ഔട്ട് ഈ സോങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭക്തി, മാതാവിനോടുള്ള ആ ഒരു നല്ല മുഴുകി ചേർന്നാണ് മോള് പാടിയത്. അത് വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം മോളുടെ ബ്രെത്തിന്റെ ആ എൻസിലോട്ട് വരുമ്പോൾ ഒരു ഇച്ചിരി വിറയലോ. സോ അത് മാത്രമേ ഉള്ളൂ. ആ ബ്രെത്ത് കൺട്രോളിന്റെ അവിടെ ഈ ലാസ്റ്റ് പോർഷൻസ് വരുമ്പോൾ കുറച്ചൊരു വിറയലുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രം മോളൊന്ന് വർക്ക് ചെയ്യണം. കുറച്ചുകൂടെ ബ്രെത്ത് കൺട്രോള് പ്രാക്ടീസ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ, മെറിൻ എന്തോ മെറിൻ പാടാൻ നിൽക്കുമ്പോൾ നമുക്കറിയാം, ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇവൾ തകർത്ത് പാടുന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മോള് വളരെ ഭംഗിയായിട്ട് പാടി. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഐ വാസ് എൻജോയിങ് യുവർ ഇൻട്യൂഷൻ. ഞാൻ അത്രയും ഫീലോട് കൂടി ഭക്തിരസമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മോള് പാടി. എനിക്ക് തോന്നുന്നു മോൾക്കൊരു ചില സമയത്തൊക്കെ വളരെ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന പോലെ തന്നെ ഉള്ള ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവരാൻ മോൾക്ക് കാര്യമായിട്ട് സാധിച്ചു. ഓക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചില പിച്ചിൻ്റെ ഒക്കെ ചില വേരിയേഷൻസ് ഉണ്ടായിരുന്നത്. ഈ സ്പീഡ് ഇത് തന്നെയാണോ പാട്ടിൻ്റെ? സ്പീഡ് തല്ലെന്ന് തോന്നുന്നു. ആണോ? കുറച്ചുകൂടി കൂടുതലാണോ? ഒരു പക്ഷെ അതിൻ്റെ ആയിരിക്കാം. കാരണം പാട്ട് സ്ലോ ആകുമ്പോൾ നമുക്ക് ബ്രെത്ത് കൺട്രോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അത് പാടി അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ ബ്രെത്ത് കൺട്രോള് നമുക്ക് ഈ സ്ലോ പാട്ടുകളെല്ലാം കിട്ടുക. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ. വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. കോളിച്ച മെറിൻ അതിഗംഭീരമായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് എ പ്രൊഫഷണൽ വോയിസ്. പിന്നെ നല്ല ഫീൽ, ആ ഒരു ഡിവോഷൻ കൊണ്ടുവരാനുള്ള ഒരു കഴിവ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ലിറിക്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടിൻ്റെ. എന്നെ വളരെ ഇമ്പ്രസ് ചെയ്തു ലിറിക്സ്. അത് ഒരു നല്ല ഭക്തി പറയുമ്പോൾ നല്ലൊരു പോയറ്റിക് ഫ്ലോ ഉണ്ട് അതിൻ്റെ ലിറിക്സിന്. നല്ല മ്യൂസിക്കാണ്, നല്ല ഇമ്പ്രസീവ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സോൾഫുൾ സിംഗിങ് എന്ന് പറയില്ലേ, അതിൽ മുഴുവൻ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു ഗാനാലാപനം. അത് നല്ല റെക്കോർഡിംഗ് വോയിസ് പോലെയാണ് നമ്മൾ കേൾക്കുമ്പോൾ. ശരിക്കും ഒരു റെക്കോർഡ് കേൾക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത് തരുന്നത്. അതിനെല്ലാം മോള് വളരെ പ്ലസൻ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി പറഞ്ഞ മാതിരി ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് പ്രത്യേകിച്ച് കണ്ണുനീർ എന്ന് പറയുന്നിടത്താണ് കൂടുതൽ ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അപ്പോൾ അത് പ്രാണായാമം. പക്ഷെ ഇത്രയും കാലിബറുള്ള ഒരാൾക്ക് ആ ബ്രീത്തിങ് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ശരിക്കും. പക്ഷെ അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൺട്രോൾഡ് എക്സലേഷൻ പ്രാക്ടീസ് കഴിയുമ്പോൾ കുറച്ചുകൂടി സസ്റ്റെയിൻ ചെയ്യാൻ, നീട്ടി പിടിക്കാൻ കുറച്ചും കൂടി ശക്തി നമുക്ക് കിട്ടും. നല്ല ആശംസകൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മെറിൻ എപ്പോ വന്ന് പാടിയാലും ഈ സ്റ്റേജിൽ നിന്നും 27 മാർക്സും കൊണ്ട് തന്നെ പോണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കിട്ടുന്ന മാർക്ക് അത്രയൊക്കെ മതിയോ? വന്നപ്പോ തന്നെ അനുസരിച്ച് കിട്ടുന്ന മാർക്ക്. കാരണം മെറിനൊക്കെ നമുക്ക് ഇവിടെ വരുന്ന കുറെ കണ്ടസ്റ്റൻസിൽ ഭയങ്കരമായിട്ടും ടാലന്റഡ് ആയിട്ടുള്ള കുറച്ചധികം കുട്ടികളുണ്ട്. അവരൊക്കെ വന്ന് ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും ഒക്കെ പാടിയാലും അവരുടെ മാർക്ക് എപ്പോഴും ഒരു 27, 26 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. അപ്പൊ അതുപോലെ തന്നെ മെറിനെ ഞങ്ങൾ ആ ഒരു കാറ്റഗറിയിലാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. മാർക്ക് ചോദിക്കാം. അച്ഛാ, കാറ്റഗറി ശരിയാണ്. 9. നയൻ. Yes. താങ്ക് യു അച്ഛാ.
മനോജേട്ടാ യു ഹാവ് 9 മാർക്സ്. താങ്ക് യു സർ. ഈശ്വരാ, ഒരു കുറയ്ക്കുന്നത് ഒട്ടും കുറയ്ക്കണ്ട, 27 കൊണ്ട് തന്നെ പോണം അല്ലേ സിസ്ലി? ഓക്കെ 9 മാർക്സ്. താങ്ക് യു. അപ്പൊ ശരി മെറിൻ, അടുത്ത പാട്ടിനും ഇതേപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. ശരി, നമുക്ക് കാണാം. അങ്ങനെ രസകരമായ ഒരു എപ്പിസോഡും കൂടി ദാ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നമുക്ക് വീണ്ടും മനോഹരമായ കുറേ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ. ജോഷ നന്നായി പാടി കേട്ടോ. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? ഞാൻ കുറെ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പാടാറുള്ള പാട്ടായിരുന്നു. ആ, അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ജോഷ. ഒരായിരം പൂക്കൾ വിരിഞ്ഞു മനതാരിൽ, എൻ്റെ ഈശോയും സ്വന്തമായി മാറും നേരം. ജിയ തെരേസ് വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കോൺഫിഡൻറ്റ് സിംഗിങ് ആയിരുന്നു. നെവിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാണല്ലോ. ആദ്യത്തെ റൗണ്ടും ഒക്കെ ഓർക്കുമ്പോൾ മച്ച് അഹെഡ്. ഇമ്പമൃദു തന്ത്രികളുണരും